നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്ചഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവംബർ 3 മുതൽ നവംബർ 9 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ്. ആദ്യമായി മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക. മേടക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന വാരമാണ്. ലോൺ, ചിട്ടി മുതലായവയിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ജോലിയിൽ നിന്ന് ഗുണം ലഭിക്കും. കർമ്മ തൊഴിൽ മേഖലയിൽ നേട്ടം, വരുമാന വർധനവ്, ഉയർച്ച, ജോലിയിൽ പ്രൊമോഷൻ, സ്ഥാനമാനങ്ങൾ എന്നിവ ലഭിക്കാനും സാധ്യതയുള്ള വാരമാണ്. ബിസിനസ്സിൽ നിന്ന് വരുമാനം, ലാഭം, ഉയർച്ച എന്നിവ ഉണ്ടാകും. തൊഴിൽ അന്വേഷകർ, ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് ഗുണം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം വരാനും മത്സര പരീക്ഷകളിൽ വിജയ സാധ്യതയും കാണുന്നു. കുടുംബ ബന്ധങ്ങളിലോ തൊഴിലിടങ്ങളിലോ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മാനസികാരോഗ്യത്തിൽ ഏറെ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ്. മനക്ലേശങ്ങൾ, ടെൻഷൻ, ക്ഷീണം, അലർജി സംബന്ധമായ രോഗങ്ങൾ, ENT സംബന്ധമായ രോഗങ്ങളോ മറ്റോ ഉണ്ടാകാം. പെട്ടെന്നുള്ള രോഗസാധ്യതകൾക്കും ഇടവരാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകീര്യം. ഇടവക്കൂറുകാർക്ക് ഈ വാരം കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും. സാമ്പത്തികമായി ഗുണം ലഭിക്കാം. തൊഴിലിടങ്ങളിൽ ശ്രദ്ധ വേണം. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കുക. ബിസിനസ്സിൽ നിന്ന് ഗുണം, നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് ശാഖകൾ വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം. സന്തോഷം, മനസമാധാനം, ഐക്യം എന്നിവ നിലനിർത്താൻ സാധിക്കും. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് രമ്യതയിൽ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. ദന്തരോഗങ്ങളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലർജി, വാതസംബന്ധമായ രോഗങ്ങൾ എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ പുലർത്തുക. യാത്രകളിൽ ശ്രദ്ധിക്കുക. യാത്രാവേളകളിലും ഡ്രൈവിംഗ്, ഒറ്റയ്ക്കുള്ള യാത്രകൾ, രാത്രികാല യാത്രകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീര്യം, തിരുവാതിര, പുണർദം. മിഥുനക്കൂറുകാർക്ക് ഈ വാരം തൊഴിലിൽ മാറ്റം, ട്രാൻസ്ഫർ എന്നിവ ഉണ്ടായേക്കാം. തൊഴിലിടങ്ങളിൽ പ്രശ്ന സാധ്യതകൾ ഉണ്ടാകും. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ബിസിനസ്, സംരംഭം എന്നിവ ചെയ്യുന്നവർ ശ്രദ്ധ വേണം. ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ധനപരമായ വിഷയങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. കടബാധ്യതകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കുടുംബത്തിലോ തൊഴിലിടങ്ങളിലോ ഉണ്ടാകാം. പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുക. വിവാഹം, പ്രണയം എന്നിവയ്ക്ക് ഏറെ ഗുണഫലപ്രദമായ വാരമാണ്. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സ്നേഹം എന്നിവ നിലനിർത്താനാകും. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടായേക്കാം. ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അലർജി എന്നിവയ്ക്കും സാധ്യതയുണ്ട്. യാത്രകളിൽ ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ്, യാത്രാവേളകൾ, രാത്രി യാത്രകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം തൊഴിലിൽ ജാഗ്രത വേണം. കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ടെൻഷൻ, അമിത ജോലി ഭാരം എന്നിവ ഉണ്ടായേക്കാം. കർമ്മപ്രവൃത്തി മേഖലയിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ബിസിനസ്സിൽ നിന്ന് ഗുണം ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാനും നൂതന ആശയങ്ങളിലൂടെ ബിസിനസ്സിൽ നിന്ന് നേട്ടം, ഗുണം, ഉയർച്ച എന്നിവ സാധ്യമാകുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിക്കും. ധനച്ചിലവുകൾ കൂടാം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. യാത്രകളിൽ ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ്, ഒറ്റയ്ക്കുള്ള യാത്രകൾ എന്നിവയിൽ കരുതലെടുക്കണം. എല്ലുകൾക്ക് പരിക്ക്, ക്ഷതം എന്നിവ സംഭവിക്കാനും ഇടയുണ്ട്.
ആന്തരിക അവയവങ്ങളിൽ രോഗലക്ഷണങ്ങളോ രോഗങ്ങളോ ഉണ്ടായേക്കാം. ബി.പി, പ്രമേഹം തുടങ്ങി രോഗങ്ങൾക്ക് ചികിത്സകൾ നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം തൊഴിൽ കർമ്മ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും. തൊഴിലിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിലിടങ്ങളിൽ സന്തോഷം, ഐക്യം എന്നിവ നിലനിർത്താനാകും. ബിസിനസ്സിൽ നിന്ന് ഗുണം ലഭിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്, കൂട്ടു കച്ചവടങ്ങൾ എന്നിവ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ, ശത്രുതാ മനോഭാവങ്ങൾ, ടെൻഷൻ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ധനപരമായി ചിലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹം, പ്രണയബന്ധങ്ങൾ എന്നിവയിൽ നിന്ന് ഗുണം ലഭിക്കും. മാനസികാരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ടെൻഷൻ, മനക്ലേശങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വീഴ്ച, പരിക്ക്, എല്ലുകൾക്ക് ക്ഷതം സംഭവിക്കാനോ സാധ്യതയുണ്ട്. ആയതിനാൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് ചിങ്ങക്കൂറുകാർക്ക്. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമത്തം, ചിത്തിര. കന്നിക്കൂറുകാർക്ക് ഈ വാരം കർമ്മ തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കും. ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനപരമായി ഗുണം, ലാഭം, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. കലാരംഗത്ത് നിന്നും നേട്ടം, ഗുണഫലങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതി, അംഗീകാരം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലന്വേഷകർക്കും ഗുണം, നേട്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. ചിലവുകൾ വർദ്ധിക്കാനിടയുണ്ട്. വരവു ചിലവുകളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പ്രണയബന്ധങ്ങൾ എന്നിവയിൽ നിന്ന് ഗുണം ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ വേണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കുക. ബി.പി, ഹൃദയ രോഗങ്ങൾ, പ്രമേഹം തുടങ്ങിയവയിൽ ശ്രദ്ധ വേണം. ദൂരയാത്രകളിൽ ജാഗ്രത പുലർത്തുക. എല്ലുകൾക്ക് പരിക്ക്, വേദന, എല്ലു തേയ്മാനം എന്നിവ സംഭവിച്ചേക്കാം. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. തുലാക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ഗുണം, നേട്ടം, പുരോഗതി, ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് ഗുണം ലഭിക്കും. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽപരമായി ഗുണം ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതി, വിദ്യാഭ്യാസപരമായി ഗുണം, നേട്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. തൊഴിലിടങ്ങളിൽ ശ്രദ്ധിക്കുക. ശത്രുക്കൾ ഉണ്ടാകാനും സഹപ്രവർത്തകരുമായി തർക്കം, അഭിപ്രായ വ്യത്യാസങ്ങൾ, മനക്ലേശങ്ങൾ, ടെൻഷൻ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പ്രവൃത്തിയിലും സംസാരത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ കാര്യത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. പ്രണയം, ദാമ്പത്യ ജീവിതം എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മനക്ലേശങ്ങൾ, ടെൻഷൻ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഉദര രോഗങ്ങൾ, ENT സംബന്ധമായ രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടായേക്കാം. ദൂരയാത്രകളിൽ ശ്രദ്ധ വേണം. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് തൊഴിലിടങ്ങളിൽ ശ്രദ്ധ വേണ്ടി വരുന്ന വാരമാണ്. ടെൻഷൻ, മനക്ലേശങ്ങൾ, അമിത ജോലിഭാരം, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. യാത്രകളിൽ നിന്ന് ഗുണം ലഭിക്കും. ബിസിനസ് യാത്രകളോ മറ്റോ ഉണ്ടായേക്കാം. ബിസിനസ്സിൽ നിന്ന് വരുമാനം, ലാഭം, ഗുണം, പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിൽ നൂതന ആശയങ്ങൾ അവലംബിക്കാനും ഗുണഫലങ്ങൾ നേടാനും സാധിക്കും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ വാരമാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും. ഉപരിപഠന സാധ്യതകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സ്നേഹം, പരസ്പര വിശ്വാസം എന്നിവ നിലനിർത്താനാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ വേണം.
മനക്ലേശങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. യാത്രകളിൽ ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ്, ദീർഘദൂര യാത്രകൾ എന്നിവയിലും കരുതലെടുക്കേണ്ടതാണ്. വീഴ്ച, അപകടാവസ്ഥകൾ, പരുക്ക് എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തേണ്ടതാണ്. ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം. ധനുക്കൂറുകാർക്ക് തൊഴിലിൽ നിന്ന് ഗുണം, നേട്ടം, പുരോഗതി എന്നിവ ഉണ്ടാകും. ധനപരമായി ഗുണം ലഭിക്കാം. ലോൺ, ചിട്ടി മുതലായവ ലഭിക്കാനും സാധ്യതയുണ്ട്. ധനനേട്ടങ്ങൾക്ക് സാധ്യതയുള്ള വാരമാണ്. ബിസിനസ്സിൽ നിന്ന് ഗുണം ലഭിക്കും. ബിസിനസ്സിൽ നൂതന ആശയങ്ങൾ അവലംബിക്കാനും അതുവഴി സാമ്പത്തികമായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള വാരമാണ് ധനുക്കൂറുകാർക്ക്. കടബാധ്യതകൾക്ക് ആശ്വാസം ലഭിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പഠനത്തിൽ അശ്രദ്ധ, പഠനത്തിൽ ഉത്കണ്ഠ, ടെൻഷൻ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. തെറ്റിദ്ധാരണകൾ, ഐക്യക്കുറവ്, തർക്കങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ മനപ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളോ മനക്ലേശങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഉദരരോഗങ്ങൾ ഉണ്ടാകാം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ, ടെൻഷൻ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. മാനസികാരോഗ്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരക്കൂറുകാർ തൊഴിലിൽ ശ്രദ്ധ വേണം. തൊഴിലിൽ മാറ്റം, ട്രാൻസ്ഫർ എന്നിവ പ്രതീക്ഷിക്കാം. തൊഴിലിടങ്ങളിൽ ടെൻഷൻ, മനപ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ജാഗ്രത പുലർത്തേണ്ടതാണ്. വിദേശത്തു നിന്ന് ഗുണം ലഭിക്കും. ബിസിനസ്, സംരംഭം എന്നിവ ചെയ്യുന്നവർ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനവിനിമയങ്ങളിൽ ശ്രദ്ധ വേണം. ധനപരമായ ചിലവ് വർദ്ധിക്കാനോ കടബാധ്യതകൾ ഉണ്ടാകാനോ ഇടയുണ്ട്. ആയതിനാൽ വരവ് ചിലവുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാരമാണ്. കർമ്മ തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിക്കും. ഉപരിപഠനത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് നിലവിലെ തടസ്സങ്ങൾ മാറി വിദേശത്ത് ഉപരിപഠന സാധ്യതകൾക്ക് അവസരം തെളിയുന്നതാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണം ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പ്രണയം, ദാമ്പത്യ ജീവിതം എന്നിവയിൽ കരുതലെടുക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, സംശയം, തെറ്റിദ്ധാരണകൾ എന്നിവയ്ക്കും സാധ്യതയുള്ള വാരമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഉദര രോഗങ്ങളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട്. വീഴ്ച, പരുക്ക്, എല്ലുകൾക്ക് ക്ഷതം എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ യാത്രാവേളകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. കുംഭക്കൂറുകാർക്ക് തൊഴിലിൽ നിന്ന് ഗുണം ലഭിക്കുന്ന വാരമാണ്. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കും. വിദേശത്തോ സ്വദേശത്തോ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനും തൊഴിലിനായുള്ള പരിശ്രമങ്ങൾ നിറവേറ്റാനും സാധിക്കുന്നതാണ്. നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർ ജാഗ്രത പുലർത്തേണ്ട വാരമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാപുരോഗതി, പഠനത്തിൽ താൽപ്പര്യം, നേട്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. ഉപരിപഠന സാധ്യതകൾ നിറവേറ്റാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് നേട്ടം, ധനപരമായി ഗുണം, ലാഭം എന്നിവ ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സ്നേഹം, ഗുണഫലങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാവുന്ന സമയമാണ് കുംഭക്കൂറുകാർക്ക്. ഐക്യം നിലനിർത്താനാകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ക്ഷീണം, ജീവിതശൈലി രോഗങ്ങൾ, BP, പ്രമേഹം എന്നിവ ഉള്ളവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. യാത്രകളിൽ ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രകളിലും കരുതലെടുക്കേണ്ടതാണ്. പരിക്ക്, വീഴ്ച എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ കരുതലെടുക്കുക. മീനക്കൂറ്.
മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ഈ വാരം തൊഴിൽ കർമ്മ മേഖലയിൽ നിന്ന് ഗുണം ലഭിക്കാം. ബിസിനസ്സിൽ നിന്ന് ഗുണം, ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ ശ്രദ്ധ വേണം. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ടെൻഷൻ, മനക്ലേശങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ധനപരമായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാ പുരോഗതി, ഗുണഫലങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സ്നേഹം, ആത്മവിശ്വാസം എന്നിവ നിലനിർത്താനാകും. ദാമ്പത്യ ജീവിതത്തിൽ കരുതലെടുക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, മനക്ലേശങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. ഉദര രോഗങ്ങളോ മറ്റോ ഉണ്ടാകാം. മാനസിക ടെൻഷൻ, മാനസിക ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. മാനസികാരോഗ്യത്തിൽ കരുതലെടുക്കേണ്ട വാരമാണ് മീനക്കൂറുകാർക്ക്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.